ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. കുറച്ച് പേർക്കെങ്കിലും ഒരു ഡൗട്ടോടെ ആയിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നത്, ഈ ഒരു അപ്ഡേറ്റ് ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ. അങ്ങനെയുള്ളവരോട് ആദ്യം തന്നെ പറയട്ടെ, നിങ്ങളുടെ ഫോണിൽ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഇല്ല, അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇഷ്യൂ നിങ്ങൾക്ക് പേടിയില്ല, അതുപോലെ ഫോൺ ഹാക്ക് ആയാലും എൻ്റെ ഫോണിൽ നിന്ന് ഡേറ്റ ഒന്നും കൊണ്ടുപോകാനില്ല എന്നാണെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി അതല്ല, നിങ്ങൾക്ക് സെക്യൂരിറ്റി ഇഷ്യൂ ഒക്കെ കുറച്ച് പേടിയുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഫോൺ ഹാക്ക് ആയി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം സംഭവിക്കും, അങ്ങനെയൊക്കെ ഉള്ളവരാണ് എങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ഇനി കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരാം. അങ്ങനെ ഒടുവിൽ ആപ്പിൾ ഹീറ്റിംഗ് ഇഷ്യൂവിന്റെ കാര്യത്തിൽ ഒരു കുറ്റസമ്മതമൊക്കെ നടത്തിക്കൊണ്ട് അവരുടെ iOS 17.0.3 എന്ന് പറയുന്ന വെർഷൻ ഒക്ടോബർ 4-ന് 10s തൊട്ട് മുകളിലേക്കുള്ള എല്ലാ ഡിവൈസിലേക്കും റിലീസ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു ഇഷ്യൂ ഒക്കെ റിലീസ് ചെയ്ത് ഒരു iOS റിലീസ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് സമ്മതിക്കാറൊന്നുമില്ല, സൈലന്റ് ആയിട്ട് ആ ഒരു ഇഷ്യൂ ഫിക്സ് ചെയ്ത് ഒരു അപ്ഡേറ്റ് കൊണ്ടുവരുന്നതാണ് പതിവ്. പക്ഷെ ഇത്തവണ ആപ്പിൾ ശരിക്കും പെട്ടു. ഒരുപാട് പേര് ഈ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് അവരുടെ ഫോറത്തിലും അങ്ങനെയുള്ള എല്ലാ ട്വിറ്ററിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും എല്ലായിടത്തും കംപ്ലൈന്റ് കൊണ്ട് നിറഞ്ഞതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് അവർ ഇഷ്യൂ ഉണ്ടെന്ന് ഇപ്രാവശ്യം സമ്മതിക്കുന്നത് മാത്രമല്ല, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു ഫിക്സും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഹീറ്റിംഗ് ഇഷ്യൂ ഒരുപാട് പേര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനൊരു ഫിക്സും ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ബഗ് ഫിക്സ് ആണ് ഈ ഒരു റിലീസിൽ മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി ഈ ഒരു അപ്ഡേറ്റിന്റെ ഇഷ്യൂസിലേക്ക് വരാം. ഈ ഒരു 17.0.3 എന്ന് പറയുന്ന റിലീസിൽ ഇതുവരെ വലിയ ഇഷ്യൂസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ഈ ഒരു അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇപ്പോഴും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എനിക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹീറ്റിംഗ് ഇഷ്യൂ എനിക്ക് നേരത്തെ ഇല്ലായിരുന്നു, വേറെ ഇഷ്യൂസ് ഒന്നും ഞാൻ ഇതുവരെ നോട്ടീസ് ചെയ്തിട്ടില്ല. അതുപോലെ ഓൺലൈൻ ഫോറങ്ങളിലാണെങ്കിലും ഇതുവരെ വലിയ ഇഷ്യൂസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു റിലീസിൽ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിലും iPhone 15 സീരീസ് വാങ്ങിയ ഒരു BMW കാറിൽ കുറച്ച് പേരെങ്കിലും വയർലെസ് ആയിട്ട് റീചാർജ് ചെയ്യാൻ നോക്കിയിട്ടുള്ളവർക്ക് അവരുടെ ഫോണിന്റെ NFC ചിപ്പ് അടിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ 1-2 കംപ്ലൈന്റ് ഒക്കെ ഒരു ഓൺലൈൻ ഫോറങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഒരു BMW കാറില്ലാഞ്ഞത് ഭാഗ്യം, ഇല്ലെങ്കിൽ കാറും ഇല്ല ഫോണും ഇല്ല, അപ്പോൾ പിന്നെ അങ്ങനെ പേടിക്കാനില്ല. കാറുള്ളവർ കുറച്ച് പേടിക്കണം. വേറെ ഇഷ്യൂസ് ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഈ അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടോ എന്നാണ് നിങ്ങളുടെ ഡൗട്ടെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന സെക്യൂരിറ്റി ഇഷ്യൂസും കൂടെ കേട്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക ഈ അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടോ എന്ന്. കാരണം കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഈ ഒരു അപ്ഡേറ്റോടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അപ്ഡേറ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്ഡേറ്റിന്റെ സൈസ് എന്ന് പറയുന്നത് 451 MB ആണ് വന്നിട്ടുള്ളത്. അതുപോലെ ഡീറ്റെയിൽസിൽ എന്താണ് എക്സാക്റ്റ് ആയിട്ട് ഈ ഒരു അപ്ഡേറ്റിൽ വന്നിട്ടുള്ള ചേഞ്ച് എന്നും പറഞ്ഞിട്ടുണ്ട്. അഡ്രസ് ആൻഡ് ഇഷ്യൂ ദാറ്റ് മേ കോസ് ഐഫോൺ ടു റൺ വാമർ ദാൻ എക്സ്പെക്റ്റഡ്, അതായത് ചൂടാവുന്ന ആ ഒരു ഇഷ്യൂവിൽ ഫിക്സ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിലിരിക്കുന്ന iPhone 12 അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ iPhone 16 ആണ് ഉള്ളതെങ്കിൽ 17ലേക്ക് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് 16 നിന്ന് 17ലേക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ iTunes യൂസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി 17ലാണ് നിങ്ങളുടെ ഫോൺ ഓൾറെഡി ഉള്ളതെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ ഈ 17.0.2-ൽ നിന്ന് 17.0.3-ലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഫോണിൽ ഈ ഒരു അപ്ഡേറ്റ് മൈനർ അപ്ഡേറ്റ് നമുക്ക് ഫോണിൽ നിന്ന് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ 16 to 17 അപ്ഡേറ്റ് ചെയ്യുമ്പോൾ iTunes യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. iTunes യൂസ് ചെയ്ത് എങ്ങനെയാണ് ഈ ഒരു അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന്, അതായത് 16 to 17 എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതായത് പ്രധാനമായിട്ട് 2 ടൈപ്പ് ചേഞ്ചസ് ആണ് ഈ ഒരു അപ്ഡേറ്റിൽ വന്നിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഹീറ്റിംഗ് ഇഷ്യൂ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നു, എൻ്റെ ഫോണിൽ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല 17ലേക്ക് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം. പക്ഷേ ബാറ്ററി നല്ലപോലെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുമ്പോൾ ഡ്രെയിൻ ആവുന്നുണ്ടായിരുന്നു. അതിന് കാരണം ഈ അപ്ഡേറ്റ് ചെയ്ത ഒരു 4-5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ വരുന്ന ഈ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും ഫോണിൻ്റെ, പുതിയ OS ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് വരുന്നതായിരിക്കും. എന്തായാലും 1-2 ആഴ്ച കഴിയുമ്പോൾ നോക്കാം. ഇനി അതിനുശേഷം വരുന്ന ഈ ഒരു അപ്ഡേറ്റിൽ വന്ന ചേഞ്ച് എന്ന് പറയുന്നത് 2 സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തേത് കേണൽ പ്രിവിലേജ് എസ്കലേഷൻ ആയിട്ടുള്ള ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും കേണലിലുള്ള ബഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ WebRTCയിലും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചേഞ്ച് എന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ എന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ,
നമ്മുടെ ഫോണിൽ ഒരു ഹാക്കർ ഇപ്പോൾ കയറുവാണ്, ഈ ഒരു അപ്ഡേറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ഫോണിൽ ഒരു ഹാക്കർക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ആ ഒരു ഫോണിൽ ഒരു ഹാക്കർ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള ഡേറ്റയൊക്കെ അവർക്ക് ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്ന് കംപ്ലീറ്റ് അടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു ചാൻസ് അതിനകത്തുണ്ട്. ഈ WebRTC എന്ന് പറയുന്ന സോഫ്റ്റ്വെയറും അല്ലെങ്കിൽ ഈ ഒരു ചേഞ്ചും അതുപോലെ തന്നെയുള്ള ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ WebRTC എന്ന് പറയുന്നത്. അതിലും ഓൾമോസ്റ്റ് സെയിം ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. അതും അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ CVE നമ്പരൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട്, അതായത് കേണലും അതുപോലെ WebRTC എന്ന് പറയുന്നതും കുറച്ച് പ്രശ്നങ്ങളുള്ള ഒരു ഇഷ്യൂ ആണ്. കാരണം ഇപ്പം നിങ്ങളുടെ ഫോണിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ട്. അതുപോലെ നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഹാക്കറിന് ഫോണിലെ ഡാറ്റ അടിച്ചുകൊണ്ട് പോകാൻ ഈ ഒരു ബഗ് വെച്ച് പറ്റും. അപ്പോൾ അതാണ് സിമ്പിളായിട്ട് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇനി ഇൻ കേസ് നിങ്ങൾ 17ലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല എങ്കിൽ, നിങ്ങൾ ഇപ്പോൾ ഫോൺ ഇപ്പോഴും 16ലാണ് റൺ ചെയ്യുന്നതെങ്കിലും നിർബന്ധമായും ഈ ഒരു 16.7.1 എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റ് ഉറപ്പായിട്ടും ചെയ്യുക. കാരണം ഇത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ബഗ്ഗാണ്. ഇൻ കേസ് ഏതെങ്കിലും ഒരു ഹാക്കർ നിങ്ങളുടെ ഫോൺ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഡാറ്റ പോകാനുള്ള നല്ല രീതിയിലുള്ള ചാൻസ് ഉണ്ട്. സോ ഈ കേണൽ എന്താണെന്ന് കൂടുതൽ അറിയേണ്ടവർക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ ഇതിനെപ്പറ്റി എന്താണ് ഈ കേണൽ എന്നുള്ളത് ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കൂടുതലായിട്ട് എന്തെങ്കിലും ടെക്നിക്കൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇനിയുള്ള വീഡിയോകളിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.